already known that what is mean by kinship. That is, kinship is a system of recognizing relationship by marriage, blood, and social relations. Thus, kinship relations can be studied through three approaches. That is, one cultural approach, second one affinal, and the third consanguinal or biological approach. The consanguinal or biological approach is also known as descent approach. This descent approach dominated the British social anthropology from the 1940s to 1960s. The alliance approach is a development over the descent approaches and criticizes it on the ground that it lay too much emphasis on consanguinal relations, leaving behind relations formed by marriage. അപ്പോൾ ഡിസെൻറ്റ് അപ്രോച്ചിൽ നമ്മൾ കണ്ടത് എന്താണ്, അവിടെ കോൺസാങ്കുനൽ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അലയൻസ് ഡിസെൻറ്റ് അപ്രോച്ചിന് ധാരാളം ക്രിട്ടിസൈസ് ഉണ്ടായിരുന്നു. അതുപോലെ അലയൻസ് അപ്രോച്ച് ഈസ് എ ഡെവലപ്മെന്റ് ഓവർ ദ ഡിസെൻറ്റ് അപ്രോച്ച് ആൻഡ് ക്രിട്ടിസൈസ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് ലേസ് ടു മച്ച് എംഫസിസ് ഓൺ കോൺസാങ്കുനൽ റിലേഷൻസ്. അപ്പോൾ കോൺസാങ്കുലർ റിലേഷൻസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കിൻഷിപ്പ് റിലേഷൻഷിപ്പാണ് ഈ ഡിസെൻറ്റ് അപ്രോച്ചസ് കൂടിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ വിമർശിക്കാൻ തുടങ്ങി. ആ വിമർശനത്തിലൂടെ അപ്പോൾ അലയൻസ് അപ്രോച്ചിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് ശരിയായിട്ടുള്ള ഒരു നീക്കമല്ല എന്നുള്ള ആ തർക്കത്തിൽ നിന്ന് ഉണ്ടായതാണ് റിലേഷൻസ് ഫോംഡ് ബൈ ഈ അഫിനൽ അപ്രോച്ച് എന്നുള്ളത്, അലയൻസ് അപ്രോച്ച് എന്നുള്ളത്. അപ്പോൾ അലയൻസ് അപ്രോച്ചിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വൈവാഹിക ബന്ധം, അങ്ങനെ ഉണ്ടാകുന്ന ബന്ധത്തിനാണ്, അതായത് റിലേഷൻഷിപ്പ് by marriage. In this approach, the emphasis is to understand those kin members who are related by affinal relation and thereby understanding the kinship network. Kinship, according to this approach, consists of a number of components. Affinal, kinship consists of a number of components: descent, inheritance, marriage, affinity, and residence. Lévi-Strauss and Drummond in their elementary structure of kinship and marriage alliance respectively talk of the alliance approach. ഈ അലയൻസ് അപ്രോച്ചിനെ കുറിച്ച് രണ്ട് മഹാവ്യക്തികൾ, ദാറ്റ് ഈസ് ലെവി-സ്ട്രസും ഡമണ്ടും ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് അലയൻസ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് കിൻഷിപ്പ് ആണ്. അപ്പം കിൻഷിപ്പിൻ്റെ പഠിത്തത്തിൽ ആ അധ്യായത്തിൽ ഈ അലയൻസ് അപ്രോച്ചിൻ്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന പോയിന്റ്സ് ആണ് ഇനി താഴെ പറയുന്നത്. It holds that the basic principle of kinship is the incest taboo. അപ്പോൾ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കിൻഷിപ്പ് എന്ന് പറയുന്നത് ഇൻസെസ്റ്റ് ടാബു ആണ്. ദാറ്റ് ഈസ് ദ നിയർ യൂണിവേഴ്സൽ റൂൾ ദാറ്റ് വൺ മാരീസ് ഔട്ട്സൈഡ് ഓഫ് എ ചൂസ് കാറ്റഗറി ഓഫ് റിലേറ്റീവ്സ്. കുറച്ച് തെരഞ്ഞെടുക്കപ്പെട്ട റിലേറ്റീവ്സിൻ്റെ ഇടയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല. അതിനെയാണ് ഇൻസെസ്റ്റ് ടാബു എന്ന് പറയുന്നത്. ഇൻ ട്രൈബൽ സൊസൈറ്റീസ് ദിസ് ഈസ് എക്സ്പ്രസ്ഡ് അറ്റ് ദ ലെവൽ ഓഫ് ദ ലീനേജ് ഓർ ക്ലാൻ ഇൻ ദ rule of exogamy in tribal societies. In tribal societies this is expressed at the level of the lineage or clan. അപ്പോൾ ഒരു ലീനേജിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നത് തടസ്സപ്പെടുത്തുക, prohibited to marry from a lineage or clan in the rule of exogamy. എക്സോഗമിയുടെ റൂൾ അനുസരിച്ച് ഒരു ക്ലാനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ലീനേജിൽ നിന്ന് തന്നെയോ വിവാഹം കഴിക്കുന്നതിന് തടസ്സപ്പെടുത്തുക. അതാണ് ഇൻസെസ്റ്റ് ടാബു എന്ന് പറഞ്ഞത്. ദ ഫങ്ഷൻ ഓഫ് ദിസ് റൂൾ ഈസ് ടു എസ്റ്റാബ്ലിഷ് മാരേജ് ടൈസ് ബിറ്റ്വീൻ ലീനേജ് ആൻഡ് സോ knit the society together. Most basic form is symmetrical alliance. ഈ അലയൻസിലെ മോസ്റ്റ് basic form of the alliance is symmetrical alliance in which two lineages, groups of lineages or moieties exchange women between them. അപ്പോൾ ആർക്കൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാന്നുള്ളത്. ഇനി Lévi-Strauss also referred to this as a restricted exchange and so it as a disharmonious because only two groups were united in marriage alliances. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും രണ്ട് ഗ്രൂപ്പ്സ് മാത്രമാണ് മാരേജ് അലയൻസിൽ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഡിസ്ഹാർമോണിയസ് ഫോം എന്നും അറിയപ്പെടുന്നുണ്ട്. ബേസിക് മൊണാഡ് വാസ് ടു കിൻഷിപ്പ് ഗ്രൂപ്പ് എക്സ്ചേഞ്ചിങ്
woman. The first point, marriage as a form of exchange. According to Louis Drummond, alliance refers to the repetition of intermarriage between larger or smaller groups. Larger ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്മോളർ ഗ്രൂപ്പ്സ് തമ്മിലുള്ള വൈവാഹിക ബന്ധത്തിനെയാണ് ഇവിടെ ഈ അലയൻസ് എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. The concept of marriage alliance was developed by Levi-Strauss to deal specifically with the societies which practices cross-cousin marriage. According to Levi-Strauss, such forms of marriage are but specific aspect of system of the exchange of women between groups which creates perpetual marriage alliance between them. There are certain rules of marriage in alliance. Marriage is not only about sexual relationship and reproduction, but also as a mechanism for reinforcing alliance between network of groups of peoples. But marriage it is not only about a sexual relationship. Sexual relationship in മാത്രമായിട്ടോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് മാത്രമായിട്ടുള്ള ഒരു ബന്ധമല്ല marriage, but also as a mechanism for reinforcing alliance between networks of groups of people. അപ്പോൾ സൊസൈറ്റിയിലെ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ് തമ്മിൽ ഒരു ഐക്യത, ഒരു നെറ്റ്വർക്ക്സ് ഉണ്ടാക്കാൻ കൂടി ഈ മാരേജ് ഹെൽപ്ഫുൾ ആണ്. As such, the creation of the alliance goes along with certain rules of guidelines that specify who should marry whom, as either is a matter of preference or prohibition. അപ്പം ആർക്ക് ആരെയെല്ലാം വിവാഹം ചെയ്യാം, ആർക്കാരെല്ലാം വിവാഹം ചെയ്തുകൂടാ, അതാണ് പ്രൊഹിബിറ്റ് ആൻഡ് പ്രിഫറൻസ്. അങ്ങനെ കുറേ റൂൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 റൂൾസ് ആർ ഇൻസെസ്റ്റ് ടാബു ആൻഡ് എക്സോഗമി. ഇൻസെസ്റ്റ് ടാബു ആൻഡ് എക്സോഗമി, ഇതാണ് 2 മുഖ്യ റൂൾസ്. ഇൻസെസ്റ്റ് ടാബു ആൻഡ് എക്സോഗമി ഈസ് ദ ഫോർമോസ്റ്റ് റൂൾ regulating the formation of alliance. For the formation of alliance, 2 important rules is given by these 2 rules, incest taboo and exogamy. Now we can look what is incest taboo. The rule of incest which prohibits sexual relation between certain categories of person is the most important rule which regulates mating. മെയ്റ്റിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആരൊക്കെ തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല, അങ്ങനെ ചില നിയമങ്ങൾ ഈ ഇൻസെസ്റ്റ് ടാബുവിൽ പറയുന്നുണ്ട്. ഇൻ ദ വെസ്റ്റ്, ഇൻസെസ്റ്റ് ഈസ് ഡിഫൈൻഡ് റാദർ നാരോവിലി. ഇനി വെസ്റ്റ് നേഷൻസിലെ ഇൻസെസ്റ്റ് ഈസ് ഡിഫൈൻഡ് റാദർ നാരോവിലി ആസ് ദ, അത് വളരെ സങ്കുചിത രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആസ് ദ സെക്ഷൽ റിലേഷൻ ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് ബിറ്റ്വീൻ സിബിലിങ്സ്. പാരന്റും മാതാപിതാക്കളും കുട്ടികളും തമ്മിലും അതുപോലെ സഹോദരങ്ങൾ തമ്മിലുമുള്ള സെക്ഷൽ റിലേഷൻസ് ആണ് ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നത്. ബൈ കോൺട്രാസ്റ്റ് ദ ന്യൂവർ കൺസെപ്റ്റ്, പക്ഷെ ന്യൂവർ കൺസെപ്റ്റ് അനുസരിച്ച് rule which Evans Pritchard used for incest prohibited sexual relations between members of same clan, between cognates up to 6 generations, and between man and woman who married other men of his lineage. അപ്പോൾ ഈ ന്യൂവർ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ ഇവാൻസ് പിച്ച്വേർഡ് പറഞ്ഞിരിക്കുന്നത് ഇൻസെസ്റ്റ് എവിടെയൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തേക്കണേന്ന്, പ്രൊഹിബിറ്റഡ് സെക്ഷൽ റിലേഷൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ക്ലാൻ. ഒരു ക്ലാനിൽ ഒരു കുലത്തിലുള്ളവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് പാടില്ല. ബിറ്റ്വീൻ കോഗ്നേറ്റ്സ് ടു 6 ജനറേഷൻസ്, ഏതാണ്ട് 6 തലമുറകൾ വരെയുള്ള അവർക്കിടയിൽ man and woman, in between there is no sexual relation is allowed, whether defined narrowly or broadly. അപ്പം എങ്ങനെയായാലും ഇത് ബ്രോഡ്ലി ആണോ നാരോവിലി, ഇടുങ്ങിയ രീതിയിൽ കൂടിയാണ്, സങ്കുചിത മനസ്ഥിതി കൂടിയാണ്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടാണ്, എങ്ങനെയായാലും ഈ ഡെഫിനിഷൻ പറയുന്നത് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസെസ്റ്റ് റൂൾ ഈസ് ദാറ്റ് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മെമ്പേഴ്സ് ഹു ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഹാവിംഗ് സെക്ഷൽ റിലേഷൻസ് ആർ ഓട്ടോമാറ്റിക്കലി ഫോർബിഡൻ ഫ്രം ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ സെക്ഷൽ റിലേഷൻസ് പാടില്ലെന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യണത് അവർ പരസ്പരം വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് എങ്ങനെ ഡിഫൈൻ ചെയ്താലും, നാരോ ഡെഫിനേഷൻ ആയാലും ബ്രോഡ് ഡെഫിനേഷൻ ആയാലും, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസെസ്റ്റ് റൂൾ ഇസ് ദാറ്റ് ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മെമ്പേഴ്സ് ഹു ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഹാവിംഗ് സെക്ഷൽ റിലേഷൻ ആർ ഓട്ടോമാറ്റിക്കലി ഫോർബിഡൻ ഫ്രം ഗെറ്റിംഗ് മാരീഡ്.
The rule of incest prohibition has been expressed positively by Levi-Strauss in the sense that rather than prohibiting members from having sexual relations, it forces men to seek spouse outside their own group. അപ്പോൾ ഇവിടെ ലെവി സ്ട്രസ്സസ് ഇതുപോലെയുള്ള ഈ ഇൻസെസ്റ്റ് ടാബുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അത് കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ തമ്മിലുള്ള സെക്ഷുവൽ റിലേഷൻ, ക്ലോസസ്റ്റ് ബ്ലഡ് റിലേഷൻ ഉള്ളവർ തമ്മിൽ സെക്ഷുവൽ റിലേഷൻസ് പാടില്ലെന്ന് പറയുമ്പോൾ അവർ മാരേജിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് കൂടുതൽ പുറത്തേക്ക് അന്വേഷണം തുടങ്ങും. അപ്പോൾ കൂടുതൽ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. മെൻ ടു സീക്ക് സ്പൗസ് ഔട്ട്സൈഡ് ദെയർ ഓൺ ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ ഗ്രൂപ്പല്ല, അതിന് പുറത്തുനിന്ന് സ്പൗസിനെ അന്വേഷിക്കുമ്പോൾ അവരുടെ ലോകം കുറെ വികസിക്കപ്പെടും. ബിക്കോസ് ഓഫ് ദ റൂൾ the men are not allowed to marry women of their group, hence should search for their spouse, and they do so by giving their daughters and sisters in exchange of wives. Now, first rule, incest taboo, and the second rule, rule of exogamy. The rule of exogamy prohibits marriage with specific groups and thereby prescribes marriage partners outside one's own group. അപ്പോൾ എക്സോഗമി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവരവരുടെ ക്ലാനിൽ നിന്ന് അല്ലെങ്കിൽ അവരവരുടെ ഗ്രൂപ്പിൽ നിന്ന് വിവാഹം ചെയ്യാൻ പാടില്ല. അവർ വിവാഹം ചെയ്യണമെങ്കിൽ വേറൊരു ക്ലാനിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തേക്കുള്ള വേറെ സ്ഥലത്തു നിന്നായിരിക്കണം. ആ കാസ്റ്റിലോ ആ ഗോത്രത്തിലോ ആ ക്ലാനിലോ പെട്ടവരെ വിവാഹം ചെയ്യാതെ മറ്റ് ക്ലാനിലേക്ക് പോയി വിവാഹം ചെയ്യുക. അതിനാണ് റൂൾ ഓഫ് എക്സോഗമി എന്ന് പറഞ്ഞാൽ. അകത്തൊന്നും ചെയ്യാൻ പാടില്ല, പുറത്ത് മറ്റ് ഏതെങ്കിലും ഗ്രൂപ്പിൽ ബന്ധപ്പെട്ടിട്ട് വിവാഹം ചെയ്യുക. ദ ഫങ്ഷൻ ഓഫ് ദ റൂൾ ഓഫ് എക്സോഗമി ഈസ് ദസ് ടു എസ്റ്റാബ്ലിഷ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഫാമിലീസ് ആൻഡ് ടു ഇന്റഗ്രേറ്റ് ദം ഇൻ ടു എ ലാർജർ സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഫങ്ഷൻ ഓഫ് ദ റൂൾ ഓഫ് എക്സോഗമി, അപ്പോൾ ഇങ്ങനെ എക്സോഗമി ഈ പ്രാബല്യത്തിലുള്ളത് കൊണ്ട് അവരുടെ ആ ഗ്രൂപ്പ് സ്ട്രക്ചർ തന്നെ വിപുലീകരിക്കാൻ പറ്റും. അകത്തുള്ള ആ ക്ലാനിൽ നിന്ന് വിവാഹം ചെയ്യാൻ പാടില്ല. അപ്പൊ സ്പൗസിനെ അന്വേഷിച്ച് മറ്റു ക്ലാനിലേക്ക് അല്ലെങ്കിൽ മറ്റു ഗോത്രത്തിലേക്ക് മറ്റു കാസ്റ്റിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടിയിട്ട് വരുമ്പോൾ അവരുടെ ആ ടൈപ്പ് കൂടുതൽ വലുതാവും. ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ഈസ് ഓൾസോ എക്സ്പാൻഡിങ്. ഇൻ മെനി സൊസൈറ്റീസ് the rule of exogamy prohibits marriage between social categories which include near relatives. അപ്പോൾ ഒരുപാട് സൊസൈറ്റികളിൽ in many societies the rule of exogamy prohibits marriage between social categories which include near relatives. അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹത്തിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട് എക്സോഗമിയിലൂടെ. ബട്ട് ഓൾസോ ടു ഡിസ്റ്റന്റ് കോൺസാങ്കുനസ് ഓർ കോലാട്രൽ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഡിസ്റ്റന്റ് കോൺസാങ്കുനസ് അകന്ന രക്തബന്ധമാണെങ്കിലും അതിൽ നിന്നും, അതുപോലെ കോലാട്രൽ റിലേഷൻഷിപ്പിൽ നിന്നും മാരേജ് ചെയ്യുന്നതിനെയും പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദ റൂൾ of incest and rule of exogamy can be explained in terms of prohibition and the prescription, which helps in understanding the alliance approach. അപ്പോൾ ഈ രണ്ട് റൂൾസ് അലയൻസ് അപ്രോച്ചിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് റൂൾസ് ആണ് ഇൻസെസ്റ്റ് ടാബു ആൻഡ് റൂൾ ഓഫ് എക്സോഗമി. അപ്പോൾ ഈ രണ്ട് റൂൾസ് മനസ്സിലാക്കിയാൽ തന്നെ അലയൻസ് അപ്രോച്ചിന്റെ പ്രത്യേകത നമുക്ക് കൂടുതൽ വ്യക്തമാകും. അടുത്ത ലെവി സ്ട്രസ്സസ് എലിമെന്ററി ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചർ. അപ്പോൾ ഇൻ ഹിസ് ബുക്ക് ദ എലിമെന്ററി സ്ട്രക്ചർ ഓഫ് കിൻഷിപ്പ്, Levi-Strauss asserted that the primitive and irreducible character of the kinship unit is a consequence of the incest taboo. The taboo has no other object than to permit the circulation of women. Thus, kinship was based on alliance or exchange of women. അപ്പോൾ kinship എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് നടക്കുന്ന എന്താണ്? The kinship was based on alliance or exchange of women. Owing to the universal taboo on incest, no descent group and no family could perpetuate itself alone. All were compelled to contract alliance in order to reproduce themselves for regeneration of family and society. അപ്പോൾ ഫാമിലിയുടെയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും റീജനറേഷന് വേണ്ടിയിട്ട് all were compelled to contract alliances in order to reproduce themselves for regeneration and family. Thus, for Levi-Strauss, alliance take precedence over descent as the core for the functioning of kinship and
kinship is nothing but the exchange of women between two or more groups. അപ്പോൾ ലെവി സ്ട്രാസസിന്റെ അഭിപ്രായത്തിൽ kinship is nothing but the exchange of women between two or more groups. The exchange of women depend on the type of marriage rule, on the basis of which Levi-Strauss differentiated between two different structural models. Two different structural models. First one is elementary structure and the second one is complex structure. The elementary structure complex structure മനസ്സിലാക്കണേക്ക് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം two types of cousins and two types of cousins. One is parallel cousins and the other is cross cousins. ഇവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. Parallel cousins എന്ന് പറഞ്ഞാൽ are children of siblings of same sex. സെയിം സെക്സിലുള്ള സഹോദരന്മാരുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കളെയാണ് പാരലൽ കസിൻസ് എന്ന് പറയുന്നത്. പാരലൽ കസിൻസ് ആർ ചിൽഡ്രൻസ് ഓഫ് സിബ്ലിങ്സ് ഓഫ് സെയിം സെക്സ്. അതായത് മദർ സിസ്റ്റർ ഡോട്ടർ ഓർ സൺ ആൻഡ് ഫാദർ ദാറ്റ് ഈസ് ബ്രദേഴ്സ് ഡോട്ടർ ആൻഡ് സൺ എക്സെട്ര. അതായത് സഹോദരന്മാരുടെ മക്കൾ, അച്ഛൻ്റെ സഹോദരന്മാരുടെ മക്കൾ, അതുപോലെ അമ്മയുടെ സഹോദരിമാരുടെ മക്കൾ, അങ്ങനെയുള്ള കസിൻസിനെയാണ് പാരലൽ കസിൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടൈപ്പാണ് ക്രോസ് കസിൻസ്. ക്രോസ് കസിൻസ് ആർ ചിൽഡ്രൻ ഓഫ് സിബിലിങ്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. സിബിലിങ്സ് ഓഫ് ഓപ്പോസിറ്റ് സെക്സിലുള്ളവരുടെ മക്കളെയാണ് ക്രോസ് കസിൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് മദേഴ്സ് ബ്രദേഴ്സ് ഡോട്ടർ ഓർ സൺ. അമ്മയുടെ ആങ്ങളയുടെ മകളോ മകനോ, അതുപോലെ അച്ഛൻ്റെ പെങ്ങളുടെ മകനോ മകളോ, അങ്ങനെയുള്ളവരെയാണ് ക്രോസ് കസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എലിമെന്ററി സ്ട്രക്ചറിന്റെ പ്രത്യേകത, സൊസൈറ്റീസ് ദാറ്റ് ഫോളോഡ് പോസിറ്റീവ് മാരേജ് റൂൾസ് ദാറ്റ് പ്രിസ്ക്രൈബ്സ് ദ കാറ്റഗറി ഓഫ് പേഴ്സൺ വൺ കുഡ് മാരി. The rule states that the cross cousins are prescribed marriage partners. ഇവിടെ ക്രോസ് കസിൻസ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് മാരേജ് പാർട്ട്നേഴ്സ് ആണ്. ദീസ് സ്ട്രക്ചേഴ്സ് ആർ ഫൗണ്ട് എമംഗ് ദ ഓസ്ട്രേലിയൻ അബോറിജിൻസ്. ഇതുപോലെ എലിമെന്ററി സ്ട്രക്ചർ ഓഫ് മാരേജ് വി ക്യാൻ ഫൈൻഡ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഓസ്ട്രേലിയൻ അബോറിജിൻസ്. അതുപോലെ certain parts of സൗത്ത് ഈസ്റ്റ് ഏഷ്യ, സദേൺ ഇന്ത്യ, അബോറിജിനൽസ് ഓഫ് സൗത്ത് അമേരിക്ക, ഈ ഭാഗത്തൊക്കെ നമുക്ക് ഈ എലിമെന്ററി സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഈസ് കോംപ്ലക്സ് സ്ട്രക്ചർ, ദ പ്രാക്ടീസ് ഓഫ് നെഗറ്റീവ് മാരേജ് റൂൾ. അപ്പൊ a complex structure known as the practice of negative marriage rule, and that is one is prohibited from marrying a person. അപ്പോൾ ആർക്ക് ആരെ വിവാഹം ചെയ്യാന്നുള്ളതാണ് എലിമെന്ററി സ്ട്രക്ചറിൽ പറയണത്. അത് ഫോളോയിങ് പോസിറ്റീവ് മാരേജ് റൂൾസ് ആണ്. ഇനി കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഓഫ് നെഗറ്റീവ് മാരേജ് റൂൾ ആണ്. ദാറ്റ് ഈസ് വൺ ഈസ് prohibited from marrying a person from a certain category. ഒരു പ്രത്യേക കാറ്റഗറിയിൽ നിന്ന് ആർക്ക് ആരെ കഴിക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ റൂളാണ് കോംപ്ലക്സ് സ്ട്രക്ചറിൽ പറയുന്നത്. ദ നെഗറ്റീവ് റൂൾ ഡസ് നോട്ട് അലൗ വൺ ടു മാരി വൺസ് പാരലൽ കസിൻ. അപ്പൊ നെഗറ്റീവ് റൂളിൽ ഒരാൾക്ക് അയാളുടെ പാരലൽ കസിൻസിനെ വിവാഹം ചെയ്യാൻ പാടില്ല. സിബ്ലിങ്സ് ആൻഡ് പാരൻസ്. അപ്പൊ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ പാരൻസിലോ ഒക്കെയുള്ള പാരലൽ കസിൻസ് ആ ബാച്ചിലേക്ക് വൈവാഹിക ബന്ധം നടത്താൻ പാടില്ല. ദിസ് ഈസ് ഫൗണ്ട് ഇൻ യൂറോപ്പ്, ആഫ്രിക്ക ആൻഡ് എമംഗ് ദ എസ്കിമോസ്. ഇൻ ഹിസ് discussion, Levi-Strauss focused more on elementary structure and treats marriage rules as the institution that binds society together. ഇവിടെ Levi-Strauss ഫോക്കസ് ചെയ്യുന്നത് എലിമെന്ററി സ്ട്രക്ചർ, അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇറ്റ് ട്രീറ്റ്സ് മാരേജ് റൂൾസ് ആസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ബൈൻഡ്സ് സൊസൈറ്റി ടുഗെദർ. സൊസൈറ്റീനെ ഒന്നിച്ച് നിർത്താൻ നല്ലതായിട്ടുള്ളത് ആ പോസിറ്റീവ് ടൈപ്പ് ഓഫ് മാരേജ് ആണ്. ദാറ്റ് ഈസ് എലിമെന്ററി സ്ട്രക്ചർ. To demonstrate how this occurs, he distinguished between two types of elementary structures. ഇനി ഇതെങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നുള്ളത് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് രണ്ട് പ്രത്യേക ടൈപ്പുകൾ എലിമെന്ററി സ്ട്രക്ചറിൽ തന്നെ രണ്ട് പ്രത്യേക സ്ട്രക്ചേഴ്സ് കാണിച്ചുകൊണ്ട് അത് വിവരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ജനറലൈസിങ്,
And the second is restricted exchange. But generalizing exchange, it involves preferential marriage. That's positive marriage. It involves preferential marriage between groups larger than the conjugal family. Conjugal family kalum valadaayittulla oru groupil varana reethiyillulla oru marriage aanu. It involves 3 or more groups exchanging woman in one direction. Ivida moonil koodal. It involves 3 or more groups exchanging woman in one direction. A figure nokka generalized exchange il nokkike A if we denote the group as A, B and C, 3 groups are A, B and C. A picture if we denote the groups as A, B and C, then the direction of exchange is that group A gives woman to B. A group a B like woman B group to C and C to A. അങ്ങനെയാണ് ആ റൊട്ടേഷൻ നടക്കുന്നത്. അതിനെയാണ് ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് ഫോം എന്ന് പറഞ്ഞത്. ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് ഫോം ഇൻവോൾവ്സ് പ്രിഫറൻഷ്യൽ മാരേജ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ലാർജർ ദാൻ ദ കോൺജുഗൽ ഫാമിലി. ഇറ്റ് ഇൻവോൾവ്സ് 3 or more ഗ്രൂപ്പ്സ് എക്സ്ചേഞ്ചിങ് വുമൺ ഇൻ വൺ ഡയറക്ഷൻ, A to B, B to C, then C to A. അങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് അത് പോവുകയാണ്. നെക്സ്റ്റ് റെസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ജനറലൈസ്ഡ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് ഇനി അടുത്തത് റെസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ച്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് 2 kin ഗ്രൂപ്പ്സ് അതർ than the family supplies each other marriage partners. The men of one group marry women from the other group and vice versa. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു സ്ത്രീ മറ്റേ ഗ്രൂപ്പിലുള്ള ഒരു പുരുഷനെ വിവാഹം ചെയ്യുക, അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ നടക്കുന്നതാണ് ഈ റെസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ചിൽ പെടുന്നത്. ദ മെൻ ഓഫ് വൺ ഗ്രൂപ്പ് മാരി വുമൺ ഫ്രം ദ അതർ ഗ്രൂപ്പ് ആൻഡ് വൈസ് വേഴ്സ. സച്ച് സിസ്റ്റം ഒക്കേഴ്സ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ഇതുപോലത്തെ ഒരു സിസ്റ്റം വേൾഡിലെ എല്ലാ ഭാഗത്തും ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് പർട്ടിക്കുലർലി പോപ്പുലർ എമംഗ് ദ അബോറിജിനേഴ്സ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ അബോറിജിനേഴ്സിന്റെ ഇടക്കാണ് ഈ സിസ്റ്റം കൂടുതലായിട്ട് പ്രാബല്യത്തിലുള്ളത്. ഇഫ് വി ഡിനോട്ട് ദ സൊസൈറ്റി വിത്ത് ദ ലെറ്റേഴ്സ് A, B, C and D, the marriage rules is depicted in the following diagram. അപ്പോൾ ഈ ഫോളോയിങ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ A, B, C, D ഇങ്ങനെ 4 ഗ്രൂപ്പ്സിനെ കാണിച്ചിട്ടുണ്ട്. അവിടെ ആ ഈക്വൽ സൈൻ ഡിനോട്ട് ചെയ്യുന്നത് മാരേജിനെയാണ്. അപ്പോൾ A and B അതുപോലെ C and D ആ ഗ്രൂപ്പ്സ് തമ്മിൽ എങ്ങനെയാണ് മാരേജിൽ ബന്ധപ്പെടുന്നതെന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. റെസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ച്. ഇപ്പോൾ നമ്മൾ കണ്ടത് അലയൻസ് അപ്രോച്ച് എന്താന്ന് കണ്ട് അതിന് കൂടുതൽ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ ഏതൊക്കെയാണ്, റൂൾസ് ഏതൊക്കെയാണ് അതിൽ പാലിക്കപ്പെടുന്നതെന്നുണ്ട്. ഇൻസെസ്റ്റ് ടാബു, അതുപോലെ റൂൾസ് ഓഫ് എക്സോഗമി. അതുപോലെ 2 types ഓഫ് കസിൻസ്, പാരലൽ കസിൻസ് ആൻഡ് ക്രോസ് കസിൻസ്. പിന്നെ അവരുടെ ഇടയിൽ ഏത് രീതിയിലുള്ള മാരേജസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം, ആ ഭാഗവും പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് നോക്കിക്കേ. ഇവിടെ ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ 2 types ഓഫ് എക്സ്ചേഞ്ച് ഇൻ എലിമെന്ററി സ്ട്രക്ചർ ഓഫ് കിൻഷിപ്പ്. ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫീച്ചർ ഓഫ് സിമെട്രിക്കൽ എക്സ്ചേഞ്ച് ആസ് പ്രാക്ടീസ്ഡ് എമംഗ് ദ അബോറിജിൻസ് ഓഫ് ഓസ്ട്രേലിയ. ദ്രാവിഡിയൻ കിൻഷിപ്പ്, ലൂയിസ് ഡിമൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ദ്രാവിഡിയൻ കിൻഷിപ്പിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ലൂയിസ് ഡമണ്ട് സ്റ്റഡീഡ് ദ ദ്രാവിഡിയൻ കിൻഷിപ്പ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് മാരേജ്. ഹി വ്യൂഡ് എഫിനിറ്റി ആസ് ആൻ enduring system through which the continuity from one generation to next occurs. His main thesis was that kinship terminology is a reflection of alliance rather than descent. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹിസ് മെയിൻ തിസിസ് വാസ് ദാറ്റ് കിൻഷിപ്പ് ടെർമിനോളജി, ആ കിൻഷിപ്പ് ടെർമിനോളജി ബന്ധുത്വത്തെ കാണിക്കുന്ന ആ സാങ്കേതിക പദങ്ങൾ, ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് അലയൻസ് റാദർ ദാൻ ഡിസെന്റ്. അത് ബന്ധങ്ങളെയാണ് കൂടുതൽ കാണിക്കുന്നത്, പിന്തുടർച്ചയെക്കാളും അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അലയൻസ് ബിറ്റ്വീൻ പീപ്പിൾസ് ആണ്. ഇൻ ഹിസ് സ്റ്റഡി ഓഫ് തമിഴ് കലാർ കിൻഷിപ്പ് സിസ്റ്റം ഇൻ സൗത്ത് ഇന്ത്യ, ഡമണ്ട് ഷോഡ് ദാറ്റ് ദർ ഇസ് എ പ്രിഫറൻഷ്യൽ മാരേജ് റൂൾ ഓഫ് ക്രോസ് കസിൻസ്. That is, there exists an explicit rule that states that a man should marry a woman who is either a true cross cousin or is placed in the same category. അപ്പോൾ ഇവിടെ
ഈ വിഭാഗത്തിൽ പറയുന്ന there exists an explicit rule, ഒരു വ്യക്തമാക്കപ്പെട്ട ഒരു റൂൾ ഉണ്ട് that states that a man should marry a woman who is either a true cross cousin, ഒരു ശരിക്കുള്ള ക്രോസ് കസിനെ വിവാഹം ചെയ്യാം, അല്ലെങ്കിൽ or is placed in the same category as his true cross cousin by kinship terminology, അല്ലെങ്കിൽ കിൻഷിപ്പ് ടെർമിനോളജിയിലൂടെ തന്നെ പറയുന്ന ക്രോസ് കസിനെ പോലെ തന്നെ ഉള്ള ഒരു വ്യക്തിയെ ഒരു പുരുഷന് വിവാഹം ചെയ്യാവുന്നത്. Thus, Dravidian kinship terminology is explicitly associated with cross cousin marriage rules. But he outlines 3 types of cross cousin marriage. അപ്പോൾ അദ്ദേഹം ലൂയിസ് ഡമൻ 3 types of ക്രോസ് കസിൻ മാരേജിന്റെ ഔട്ട്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ബൈലാറ്ററൽ ക്രോസ് കസിൻ മാരേജ്. അത് ബൈലാറ്ററൽ ക്രോസ് കസിൻ മാരേജ് എന്നാൽ ദ ഈഗോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മാരീസ് ഹിസ് MBD. MBD means M mother, B for brother and D sister, brother's daughter. അപ്പോൾ who is also his FZD, F for father, Z sister and D daughter. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈഗോ മാരീസ് ഹിസ് ക്രോസ് കസിൻ, ദാറ്റ് ഈസ് MBD, who is also his father's FZD, father's sister's daughter. In other words, 2 intermarrying groups exchange women as wives and thus constitute a self-sufficient unit. It is also known as a sister exchange. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചിന് നമുക്ക് ബൈലാറ്ററൽ ക്രോസ് കസിൻ മാരേജിന് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് സിസ്റ്റർ എക്സ്ചേഞ്ച്. Levi-Strauss called this type of exchange as closed or restricted exchange and correlates with disharmonic transmission. അപ്പോൾ ലെവി-സ്ട്രാസ് ഈ തരത്തിലുള്ള വിവാഹത്തിനെ പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് എ ക്ലോസ്ഡ് ഓർ റെസ്ട്രിക്റ്റഡ് എക്സ്ചേഞ്ച് ആൻഡ് കോറിലേറ്റ്സ് വിത്ത് ഡിസ്ഹാർമോണിക് ട്രാൻസ്മിഷൻ. ഡിസ്ഹാർമോണിക് ട്രാൻസ്മിഷന് കാരണമാക്കുന്ന ഒരു രീതിയാണ് ബൈലാറ്ററൽ ക്രോസ് കസിൻ എന്നുള്ള അഭിപ്രായമാണ് ഇവിടെ ലെവി-സ്ട്രസ് പ്രകടിപ്പിക്കുന്നത്. ആ ബൈലാറ്ററൽ ക്രോസ് കസിൻ മാരേജിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ A and B അത് 2 ലീനേജസ് ആണ്. ട്രയാങ്കിൾ ഡിനോട്ട്സ് ടു മെയിൽ ആൻഡ് സർക്കിൾ ഡിനോട്ട്സ് ടു ഫീമെയിൽ. അതുപോലെ സിബിളിംഗിന്റെ സിമ്പിള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അത് ആ സിമ്പിളിനെ തിരിച്ചു വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സിമ്പിൾ അക്രോസ് ലൈൻ ഷോയിങ് ഡിസെൻഡ്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ബൈലാറ്ററൽ ക്രോസ് കസിൻ മാരേജ് കണ്ടക്ട് ചെയ്യണമെന്ന് ഈ ഫിഗറിലൂടെ വ്യക്തമാണ്. ഇനി അടുത്തത് matrilateral cross cousin marriage. The ego marries his mother's brother's daughter. Matrilateral അതായത് മദറിലൂടെ നമ്മൾ ഡിസെൻഡിനെ ട്രേസ് ചെയ്യുന്ന രീതി. The ego marries his mother's brother's daughter who is his matrilateral cross cousin. അതിനാണ് matrilateral cross cousin marriage എന്ന് പറയണം. If this rule is applied consistently to everyone, the pattern of lineage intermarriage established in the previous generation is duplicated exactly. അപ്പോൾ അതിൻ്റെയും പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ABCD അങ്ങനെ 4 ഡിഫറെൻറ്റ് ഒരേ ജനറേഷനിലുള്ള 4 ലീനേജസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ മാരേജ് എങ്ങനെയാണ് ഫോം ചെയ്യണതിൻ്റെ ചിത്രമാണ് മാട്രിലീനിയൽ ക്രോസ് കസിൻ മാരേജിലൂടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് patrilateral cross cousin marriage. The ego must marry his father's sister's daughter or his patrilateral cross cousin. അതിനാണ് patrilateral cross cousin marriage എന്നാണ്. ഈഗോ വ്യക്തി must marry his father's sister's daughter, അച്ഛൻ്റെ പെങ്ങളുടെ മകളെ വിവാഹം ചെയ്യുക, or his patrilateral cross cousin അല്ലെങ്കിൽ പാട്രിലാറ്ററൽ ക്രോസ് കസിൻ. ഇത് തന്നെയാണ് അച്ഛൻ്റെ പെങ്ങളുടെ മകളെ വിവാഹം ചെയ്യുന്ന ആ രീതിയാണ് പാട്രിലാറ്ററൽ ക്രോസ് കസിൻ മാരേജ് എന്ന് പറയുന്നത്. അതും ചിത്രത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് റോഡ്നി നീതം ന്യൂ ഡെവലപ്മെന്റ് ടു അലയൻസ് അപ്രോച്ച്. അപ്പൊ
റോഡ്നി നീതത്തിൻ്റെ ന്യൂ ഡെവലപ്മെൻറ്റ് ടു അലയൻസ് അപ്രോച്ച്. അപ്പോൾ അലയൻസ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്? അത് ആദ്യം ഡിസെൻറ്റ് അപ്രോച്ചാണ് ഉണ്ടായത്. ഡിസെൻറ്റ് അപ്രോച്ചിൽ മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ഗിവൺ ടു ബ്ലഡ് റിലേഷൻസ് ഓൺലി, കോൺസാങ്ക്വൻ എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ കിൻഷിപ്പ് റിലേഷൻസും ഉടലെടുത്തിരിക്കുന്നത്. കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് എപ്പോഴും ബ്ലഡ് റിലേഷൻസിന് കൊടുത്ത്. അപ്പം അതിൻ്റെ പോരായ്മ തീർക്കാനായിട്ടാണ് അലയൻസ് അപ്രോച്ചിലും കുറേ ന്യൂനതകളുണ്ട്. അപ്പം റോഡ്നി നീതം ഷീ ഡെവലപ്ഡ് ടു അലയൻസ് അപ്രോച്ച്. അലയൻസ് അപ്രോച്ച് കുറേ കൂടി അവർ പുതുക്കി തന്നത്. ദ തിയറി ഓഫ് ലെവി സ്ട്രെസ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ബൈ എഡ്മണ്ട് ലീച്ച് ആൻഡ് റോഡ്നി നീതം. അപ്പോൾ ലെവി സ്ട്രെസ്സിൻ്റെ തിയറീനെ എഡ്മണ്ട് ലീച്ചും അതുപോലെ റോഡ്നി നീതവും പല ഭാഗങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ലെവി സ്ട്രെസ് കൺസിഡേഴ്സ് വുമൺ ആസ് എ കമോഡിറ്റി. ഇവിടെ സംതിങ് ട്രാൻസ്ഫർ ചെയ്യണം ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക്, അത് വുമണിനെയാണ്. അങ്ങനെയാകുമ്പോൾ ലെവി സ്ട്രെസ് കൺസിഡേഴ്സ് വുമൺ ആസ് എ കമോഡിറ്റി. അപ്പോൾ ലെവി സ്ട്രെസ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് സ്ത്രീയെ ഒരു കമോഡിറ്റി ആയിട്ടാണ്, സംതിങ് ടു ബി എക്സ്ചേഞ്ച്ഡ്, അങ്ങോട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സംഗതി. അങ്ങനെയാണ് ഇവിടെ ലെവി സ്ട്രെസ് സ്ത്രീകളെ പരിഗണിച്ചിട്ടുള്ളത്. ദിസ് ഹി ഡസ് ബൈ ലുക്കിംഗ് അറ്റ് മാരേജ് എക്സ്ക്ലൂസീവ്ലി ഫ്രം മെൻസ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിൽ കൂടി കാണുമ്പോൾ മാത്രമാണ് അങ്ങനെ കാണാൻ പറ്റുക. ആൻഡ് ഡസ് നോട്ട് ഗോ ഇൻ ഡീറ്റെയിൽ ഓഫ് റെസിഡൻസ് ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് കിൻഷിപ്പ് സിസ്റ്റം. കിൻഷിപ്പ് സിസ്റ്റത്തിലുള്ള റെസിഡൻസോ മറ്റു ആസ്പെക്ട്സോ ഒന്നും നോക്കാതെ വെറുതെ ഒരു എക്സ്ചേഞ്ചാണ്, എക്സ്ചേഞ്ച് ഓഫ് വുമൺ ഫ്രം വൺ ഗ്രൂപ്പ് ടു അതർ. അങ്ങനെ കാണുമ്പോൾ ആ ഒരു പോയിന്റിനെ ലെവി സ്ട്രെസ് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ മുഴുവനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എഡ്മണ്ട് ലീച്ചും റോഡ്നി നീതവും വിമർശിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ഹി യൂസസ് ഇൻസെസ്റ്റ് പ്രൊഹിബിഷൻ ആൻഡ് എക്സോഗമി ആസ് സിനോണിമസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് മാരേജ് എക്സ്ചേഞ്ച് വിച്ച് ഈസ് എ സർക്കുലർ ആർഗ്യുമെന്റ്. പിന്നെ വേറൊരു ആർഗ്യുമെന്റ് ഇതിന് അലയൻസ് അപ്രോച്ചിനെതിരായിട്ടുള്ളത്, ഹി യൂസസ് ഇൻസെസ്റ്റ് പ്രൊഹിബിഷൻ. രണ്ട് റൂൾസ് അവിടെ പറയുന്നുണ്ട്. ഒന്ന് ഇൻസെസ്റ്റ് ടാബു, മറ്റത് എക്സോഗമി. വാസ്തവത്തിൽ ഇത് രണ്ടും, ഇൻസെസ്റ്റ് പ്രൊഹിബിഷൻ ആൻഡ് എക്സോഗമി, ആ സിനോണിമസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് മാരേജ് എക്സ്ചേഞ്ച്. മാരേജ് എക്സ്ചേഞ്ചിനെ മനസ്സിലാക്കാൻ പറ്റുന്ന പര്യായ പദങ്ങളെ പോലെയാണ് ഈ ഇൻസെസ്റ്റ് ടാബു ആൻഡ് എക്സോഗമി വന്നേക്കണം. ഇൻസെസ്റ്റ് ടാബിൽ ചിലവരെ ആരെയൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സോഗമിയിലും അത് തന്നെയാണ് വേറൊരു രീതി പറഞ്ഞിരിക്കണം. എക്സോഗമി റൂൾസിലും ഒരു ക്ലാന് അല്ലെങ്കിൽ ഒരു കാസ്റ്റിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് അതിനകത്തൊന്നും വിവാഹം ചെയ്യാൻ പാടില്ല, പുറത്തുനിന്ന് വിവാഹം ചെയ്യാവൂ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും ഏതാണ്ട് ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ തന്നെ രണ്ടു വാക്കിൽ കൂടി പറഞ്ഞിരിക്കുന്നതാണ്. അത് ഇതിന്റെ ഈ തിയറിയുടെ അലയൻസ് അപ്രോച്ചിന്റെ ഒരു ന്യൂനതയാണ്. പിന്നെ തേർഡ്, ഹി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാരേജ് ആസ് എ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ഹാസ് ബീൻ ക്വസ്റ്റ്യൻഡ് ഇൻ 2 counts. രണ്ട് രീതിയിൽ മാരേജ് ആസ് എ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്, കൈമാറ്റപ്പെടുന്ന ഒരു സിസ്റ്റമാണ് എന്നുള്ള ആ പോയിന്റിനെ വിമർശിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ആൻ അനോളജി ബിറ്റ്വീൻ വുമൺ ആൻഡ് ചാറ്റൽസ് വെയർ ബൈ വുമൺ ആർ ട്രീറ്റഡ് ആസ് പ്രോപ്പർട്ടി ടു ബി യൂണിവേഴ്സലി മോസ്റ്റ് പ്രൈസ്ഡ് വാല്യുബിൾസ്. അപ്പോൾ വുമണിനെ ഏതുകൊണ്ട് ഏറ്റവും വിലയുള്ള എന്തോ സാധനങ്ങൾ കൈമാറുന്നത് പോലെ, അല്ലെങ്കിൽ സ്ഥാവര ജംഗമ സ്വത്തുകളൊക്കെ, അതാണ് ചാറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൈമാറുന്ന പോലെ, അതുപോലെയുള്ള ഒരു സമീപനമാണ്. അതാണെന്ന് പറയുന്നില്ല, അതുപോലെയുള്ളത്. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ആൻ അനാലജി ബിറ്റ്വീൻ വുമൺ ആൻഡ് ചാറ്റൽസ് വെയർ ബൈ വുമൺ ആർ ട്രീറ്റഡ് ആസ് പ്രോപ്പർട്ടി ടു ബി യൂണിവേഴ്സലി മോസ്റ്റ് പ്രൈസ്ഡ് വാല്യുബിൾസ്. ഇനി സെക്കൻഡ് പോയിന്റ്, ദെയർ ഇസ് നെഗ്ലക്ട് ഓഫ് വുമൺസ് ഏജൻസി ആൻഡ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വുമൺസ് ഫീലിംഗ് വൈൽ ഡിസ്കസിങ് എക്സ്ചേഞ്ച്. അപ്പൊ ഇങ്ങനെ കൈമാറ്റപ്പെടുന്ന ഒരു വസ്തു എന്ന് പറയുമ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് വെറുതെ അങ്ങനെ ഒരു വസ്തുവല്ല. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വുമൺസ് ഫീലിംഗ് വൈൽ ഡിസ്കസിങ് എക്സ്ചേഞ്ച്. ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ള പദം കൊണ്ട് സ്ത്രീക്കും വികാരവും വിചാരവും ഒക്കെ ഉണ്ടെന്നുള്ളതും ആ ജീവനുള്ളതാണെന്നുള്ള ആ ഒരു നിലവാരത്തിലേക്ക് കാണാത്ത രീതിയിലുള്ള ഒരു വേർഡ് പ്രയോഗമാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് രണ്ടും വേറെ രണ്ട് പോരായ്മകളായിട്ടാണ് പറയുന്നത്. ദെയർ ഈസ് എ നാരോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് എക്സ്ചേഞ്ച് limited to one-to-one relation. In reality, exchange can be wide and abstract, happening between many groups of people.
According to Levi-Strauss, there is a cyclic relation between prohibition, exogamy, and positive marriage. But Levi-Strauss in the abhiprayathil, there is a cyclical relation, a cyclical relation then and between prohibition, exogamy, and positive marriage. He uses the functionalist perspective to explain the relation between parts and whole. അപ്പോൾ ഇവിടെ he uses the functionalist perspective. Functionalist perspective എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ബ്രെയിൻ അതിൻ്റെ സ്ട്രക്ചർ, അത് ഫോർമേഷൻ, ഇനി ആ സ്ട്രക്ചറിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കണം അതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, പ്രവൃത്തി. ഹി യൂസസ് ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ പാർട്സ് ആൻഡ് ഹോൾ. അപ്പോൾ പാർട്സും ഹോളും തമ്മിലുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഫങ്ഷണലിസ്റ്റ് കാഴ്ചപ്പാടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഓൺലി വൺ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിയാലിറ്റി ആൻഡ് നോട്ട് നെസസറി ബി ട്രൂ ഓൾവേസ്. അപ്പം ഇങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ആണ് ലെവി സ്ട്രെസ്സിൻ്റെ അലയൻസ് തിയറിയിൽ നീതം അതുപോലെ തന്നെ അനദർ പേഴ്സൺ എഡ്മണ്ട് ഗ്ലീച്ചും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ച് നീതം സജസ്റ്റഡ് ദ ഫോളോയിങ് ഇംപ്രൂവ്മെന്റ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അലയൻസ്. എന്നാലും അലയൻസ് തിയറിനെ നീതം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷീ ഗീവ് സം സജഷൻസ്. നീതം സജസ്റ്റഡ് ദ ഫോളോയിങ് ഇംപ്രൂവ്മെന്റ് ടു ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അലയൻസ്. അലയൻസിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ താഴെ തന്നിരിക്കുന്ന കുറെ ഇംപ്രൂവ്മെന്റ്സ് യൂസ് ചെയ്താൽ ശരിയാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എ ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ പെർസ്പെക്റ്റീവ് ആൻഡ് പ്രിഫറബിൾ മാരേജ് റൂൾ. ഒരു ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ, വ്യത്യാസം കാണിക്കണം ബിറ്റ്വീൻ എന്തൊക്കെയാണ് പെർസ്പെക്റ്റീവ് ആൻഡ് പ്രിഫറബിൾ. ഏത് പെർസ്പെക്റ്റീവും പ്രിഫറബിളും ആയിട്ടുള്ള മാരേജസ് ഏതാണെന്നുള്ളതിന് കുറെ കൂടി വ്യക്തത ഉണ്ടാക്കുക. അക്കോർഡിംഗ് ടു ലെവി സ്ട്രെസ്, പ്രിസ്ക്രിപ്ഷൻ ആൻഡ് പ്രിഫറൻസ് മാരേജ് റൂൾസ് ആർ മോർ ഓർ ലെസ് ദ സെയിം. അപ്പൊ ലെവി സ്ട്രെസ് അത് ഏതാണ്ട് ഒന്നുപോലെയാണ് രണ്ട് കാര്യങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് രണ്ടും ക്ലിയർ ആയിട്ട് രണ്ടിന്റെ വ്യത്യസ്തത എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് നീതം പറഞ്ഞേക്കുന്നത്. നീതം ക്രിട്ടിസൈഡ് ലെവി സ്ട്രെസ്സസ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് അലയൻസ് തിയറി ഓഫ് ലെവി സ്ട്രെസ് ഡീൽസ് ഓൺലി വിത്ത് prescription. Prescription is defined more as a characteristics of a system than as simply a marriage rule. It involves the combination of a rule prescribing some relatives and prohibiting others. It is seen that relations that are prescribed must not be preferred. Second point, improvement. The main development has probably been a refinement of the concept of alliance and the substitution of it with more structural understanding for a more empirical notion. Needham tries to focus on alliance at the empirical level, at a smaller, that is at a smaller group. അതിൽ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്പോസ് ടു ലെവി സ്ട്രെസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അലയൻസ് ആസ് സൈക്ലിക്, നീതം സജസ്റ്റ് ദാറ്റ് അലയൻസ് ഈസ് ഡ്യുവലിസ്റ്റിക്. അപ്പോൾ ലെവി സ്ട്രെസ് പറഞ്ഞേക്കുന്നത് അലയൻസ് ആസ് സൈക്ലിക്, understanding of alliance as cyclic. Needham suggests that alliance is not cyclic, it is dualistic. Further, for Needham, the important opposition between the wife givers and wife takers is not necessarily a group activity. ഇപ്പോൾ വൈഫിനെ കൊടുക്കുന്നവരും വൈഫിനെ എടുക്കുന്നവരും എങ്ങോട്ട് വിവാഹം ചെയ്യുന്ന അവിടെ അവർ അത് സ്വീകരിക്കുകയാണ്. അപ്പൊ ഒരു കൂട്ടർ കൊടുക്കുന്നു, മറ്റേ എടുക്കുന്ന. അപ്പൊ ഫർദർ ഫോർ നീതം ദ ഇമ്പോർട്ടന്റ് ഓപ്പോസിഷൻ ബിറ്റ്വീൻ ദ വൈഫ് ഗിവേഴ്സ് ആൻഡ് വൈഫ് ടേക്കേഴ്സ് ഈസ് നോട്ട് നെസസറിലി എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ സ്മോളർ ഗ്രൂപ്പ് ആൻഡ് നോട്ട് ഓൾവേസ് ഇൻ ലാർജർ ഗ്രൂപ്പ് ലൈക്ക് ലീനേജ്. അപ്പൊ അതൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെറിയ ഗ്രൂപ്പിൽ മാത്രമാണ് നടക്കണം, അല്ലാതെ ലാർജർ ഗ്രൂപ്പ് ലീനേജ് പോലെയുള്ള ലാർജർ ഗ്രൂപ്പിൽ ഇത് സംഭവ്യമല്ല. അതുകൊണ്ട് ആ വേർഡിങ്ങിലും വ്യത്യസ്തത വരുത്തുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായക്കാരിയാണ്. അങ്ങനത്തെ ഒരു ഇംപ്രൂവ്മെന്റും കൂടി നീതം കൊടുത്തിട്ടുണ്ട്. ഫർദർ മോർ നീതം ദ ഇമ്പോർട്ടന്റ് ഓപ്പോസിഷൻ ബിറ്റ്വീൻ ദ വൈഫ് ഗിവേഴ്സ് ആൻഡ് വൈഫ് ടേക്കേഴ്സ് ഈസ് നോട്ട് നെസസറിലി എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ബിക്കോസ് ഇറ്റ് ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ സ്മോളർ ഗ്രൂപ്പ്സ് ആൻഡ് നോട്ട് ഓൾവേസ് ഇൻ ലാർജർ ഗ്രൂപ്പ് ലൈക്ക് ലീനേജ്. ദിസ് ദസ് അക്കോർഡിംഗ് ടു നീതം മാരേജ് ഈസ് സിംബോളിക് ഇൻ നേച്ചർ. അപ്പൊ നീതത്തിന്റെ അഭിപ്രായത്തിൽ മാരേജ് ഈസ് സിംബോളിക് ഇൻ നേച്ചർ.
It does not deal only with the sexual relations. Sexual relations മാത്രമല്ല. അപ്പോൾ സെക്ഷൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ പ്രൊഹിബിഷനും പ്രിസ്ക്രിപ്ഷനും ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഓൾസോ വിത്ത് കാസ്റ്റ് പ്യൂരിറ്റി, റിക്രൂട്ട്മെന്റ് ഓഫ് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്, ഇതെല്ലാം നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് മാരേജ് എന്ന് പറയുന്നത്. ഹി എക്സ്പ്ലെയിൻസ് ദിസ് വിത്ത് റെഫറൻസ് ദ നായേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ അബൌട്ട് ഹൂം യു ഹാവ്. അപ്പോൾ നായേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ അവരുടെ മാരേജ് എങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നീതത്തിന്റെ അഭിപ്രായത്തിൽ മാരേജ് ഈസ് സിംബോളിക് ഇൻ നേച്ചർ. അതുപോലെ തന്നെ വേറൊരു അഭിപ്രായം പറഞ്ഞേക്കണം, ഹി ഓൾസോ ഹൈലൈറ്റ്സ് ഹൗ എ ചൈൽഡ് ഗെറ്റ്സ് മെമ്പർഷിപ്പ് ഓഫ് എ ഹയർ കാസ്റ്റ് ആൻഡ് ദെയർബൈ പൊളിറ്റിക്കൽ പവർ ഡ്യൂ ടു ഹൈപ്പർഗമസ് മാരേജ്. ഇപ്പൊ ഹൈപ്പർഗമസ് മാരേജ് ആണെങ്കിൽ, ഹൈപ്പർഗമസ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് മാരിങ് എ മാൻ ഓഫ് ഹയർ കാസ്റ്റ്. ഒരു സ്ത്രീ ഹയർ കാസ്റ്റിലെ പുരുഷനെ വിവാഹം ചെയ്യണമെങ്കിൽ ഹി ഓൾസോ ഹൈലൈറ്റ്സ് ഹൗ എ ചൈൽഡ് ഗെറ്റ്സ് മെമ്പർഷിപ്പ് ഓഫ് ഹയർ കാസ്റ്റ്. അപ്പോൾ ആ കുട്ടിക്ക് ഹയർ കാസ്റ്റിലെ വ്യക്തിയുടെ മെമ്പർഷിപ്പ് കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ച് അയാൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടാവും. ഹി ഓൾസോ ഹൈലൈറ്റ്സ് ഹൗ എ ചൈൽഡ് ഗെറ്റ്സ് മെമ്പർഷിപ്പ് ഓഫ് ഹയർ കാസ്റ്റ് ആൻഡ് ദെയർബൈ പൊളിറ്റിക്കൽ പവർ ഡ്യൂ ടു ഹൈപ്പർഗമസ് മാരേജ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ. ഡിസ്കസ് എനി 3 ലിമിറ്റേഷൻസ് ഓഫ് ലെവി-സ്ട്രസ് അലയൻസ് തിയറി. അലയൻസ് തിയറിയുടെ പോരായ്മകൾ ഏതെങ്കിലും 3 കാണിക്കുക, ലിമിറ്റേഷൻസ്, പരിമിതികൾ. പിന്നെ സെക്കൻഡ് വൺ, വാട്ട് ആർ ദ മെയിൻ കോൺട്രിബ്യൂഷൻ ഓഫ് നീതം ടു അലയൻസ് അപ്രോച്ച്. അലയൻസ് അപ്രോച്ചിലേക്ക് നീതത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, കുറെ ഇംപ്രൂവ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് നീതം ടു അലയൻസ് അപ്രോച്ച്. ഇപ്പൊ 2 തരം അപ്രോച്ചസ് പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ഫസ്റ്റ് അപ്രോച്ച് ഇസ് ഡിസെന്റ് അപ്രോച്ച്. ഡിസെന്റ് അപ്രോച്ചിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ബ്ലഡ് റിലേഷൻസ്, അതായത് കോൺസാങ്ക്യുലൈൻ റിലേഷൻഷിപ്പ്, കിൻഷിപ്പിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് അപ്രോച്ച് നമ്മൾ പഠിച്ചത് അലയൻസ് അപ്രോച്ച്. അലയൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വിവാഹത്തിലൂടെ, വൈവാഹിക ബന്ധത്തിലൂടെ വരുന്ന കിൻഷിപ്പ്. അവിടെ അതിനാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് അപ്രോച്ചിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ചിലുണ്ടായ ആ ഡിഫക്ട്സിനെ അത് കൂടുതൽ ഒരു കാര്യത്തിൽ മാത്രം സ്ട്രെസ് ചെയ്യണം. അത് ബ്ലഡ് റിലേഷൻസ്, കോൺസാങ്ക്യുൻ, ആ റിലേഷൻഷിപ്പിനെ മാത്രം കേന്ദ്രീകരിച്ചതായതുകൊണ്ടാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് മറ്റ് അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വൈവാഹിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന കിൻഷിപ്പിനുണ്ടെന്ന് കാണിക്കാനായിട്ടാണ് അലയൻസ് അപ്രോച്ച് ആരംഭിക്കപ്പെട്ടത്. ഓരോ ചാപ്റ്ററിലും കൊടുത്തേക്കുന്ന, യൂണിറ്റിന്റെ താഴെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് ആൻസർ മറിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്ചേഞ്ച്, റെസ്ട്രിക്റ്റഡ് ഓർ ഡയറക്റ്റ് എക്സ്ചേഞ്ച്. റൂൾ ഓഫ് ഡിസെന്റ് ആൻഡ് റൂൾ ഓഫ് റെസിഡൻസ് ആർ സെയിം. സിസ്റ്റം ഈസ് ഹാർമോണിക്. അപ്പൊ ഇങ്ങനെ റൂൾ ഓഫ് റെസിഡന്റും റൂൾ ഓഫ് റെസിഡൻസും ഡിസെന്റും ഒക്കെ സെയിം ആണെങ്കിൽ അതിനെ ഹാർമോണിക് സിസ്റ്റം എന്ന് പറയും. ദാറ്റ് ഈസ് പാട്രിലീനിയൽ ഡിസെന്റ് വിത്ത് പാട്രിലോക്കൽ റെസിഡന്റ്. റൂൾ ഓഫ് ഡിസെന്റ് ആൻഡ് റൂൾ ഓഫ് റെസിഡൻസ് ആർ നോട്ട് സെയിം ഓർ ഡിസ്ഹാർമോണിക്. Reciprocity is indirect and delayed. The group does not take a woman from the group to which it has given woman reciprocity, or direct and assured. That is, a group takes a woman from the group to which it gives. Then the third, marriage with either matrilateral cross cousin. അതായത് MBD, M for mother, B brother, D daughter. അപ്പോൾ patrilateral cross cousin, that is FZD. Marriage of person with his bilateral cross cousins. The feature of symmetrical exchanges found among Kairiri of Australia are second. The term fictive was used to describe all such relations which were treated not real, leading to distinction between pure real kinship. അപ്പോൾ ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് which were treated not real, റിയൽ അല്ലാത്ത, യാഥാർത്ഥ്യമല്ലാത്ത, സാങ്കല്പിക ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിക്റ്റീവ് എന്ന് പറഞ്ഞാല്. റിയൽ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പും മാരേജിലൂടെയുള്ള റിലേഷൻഷിപ്പ്, അത് റിയൽ റിലേഷൻഷിപ്പാണ്.
and impure or fictive എന്ന് പറഞ്ഞാൽ അത് റിയൽ അല്ലാത്തത്, സാങ്കല്പികമായിട്ടുള്ളത്. യൂസ് ഓഫ് ദ ടൈം ഫിക്റ്റീവ് വാസ് ലിമിറ്റഡ് ടിൽ ദ മിഡ് ടു late 20th century when there was an attempt to deconstruct and revise anthropology. It was realized that kinship was not simply a mirror of physical links but also socially constructed in specific cultural contexts. Some of the silent features of fictive kinship. Fictive kinship അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കിൻഷിപ്പുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് കോൺസാങ്ക്വിയൻ, അടുത്തത് എഫിനൽ. ഒന്ന് ബ്ലഡ് റിലേഷൻഷിപ്പിലൂടെയുള്ള കിൻഷിപ്പ്, മറ്റത് വിവാഹത്തിലൂടെയുള്ള കിൻഷിപ്പ്. ഇനി വേറെ തേർഡ് വണ്ണാണ് ഫിക്റ്റീവ്. ആ ഫിക്റ്റീവ് എന്ന് പറഞ്ഞാൽ സാങ്കല്പിക കിൻഷിപ്പ്, ബന്ധുത്വം. അതിൻ്റെ സൈലന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫിക്റ്റീവ് റിലേഷൻഷിപ്സ് ആർ ഡിഫൈൻഡ് ബൈ ക്രൈറ്റീരിയ ഡിസ്റ്റിങ്ക്ട് ഫ്രം ദോസ് എസ്റ്റാബ്ലിഷിംഗ് ബ്ലഡ് ഓർ മാരേജ് റിലേഷൻഷിപ്പ്. They may mimic the ties they copy, but they are defined in their own terms. Fictive relationships എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ by a criteria distinct from those establishing blood or marriage relationship. ബ്ലഡിലൂടെ അല്ലെങ്കിൽ മാരേജിലൂടെയുള്ള ബന്ധത്തിൽ അല്ലാതെയുള്ള കിൻഷിപ്പിനെയാണ് നമ്മൾ ഫിക്റ്റീവ് എന്ന് പറയുന്നത്. അത് ബ്ലഡിലൂടെയുള്ള കിൻഷിപ്പ്, ദാറ്റ് ഈസ് കോൺസാങ്ക്വിയൻ കിൻഷിപ്പ്. മറ്റേ മാരേജിലൂടെയുള്ളത് അലൈൻ കിൻഷിപ്പ്. ഇപ്പൊ രണ്ടും റിയൽ ആണ്, പക്ഷെ ഫിക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു സാങ്കല്പിക റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിയൽ. ദേ മേ മിമിക് ദ ട്രൈസ് ദേ കോപ്പി ബട്ട് ദേ ആർ ഡിഫൈൻഡ് ഇൻ ദെയർ ഓൺ ടേംസ്. അതൊരു മിമിക്കാണ്, പക്ഷെ അവരുടേതായ ടേംസിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദീസ് ടേംസ് മേ ഹാവ് റിലീജിയസ് ഓർ എക്കണോമിക് കമ്പോണന്റ്. അത് ചിലപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എക്കണോമിക് കമ്പോണന്റിൽ നിന്ന് അല്ലെങ്കിൽ ബി പ്രെഡിക്റ്റഡ് ടു എക്സിസ്റ്റിംഗ് സോഷ്യൽ നെറ്റ്വർക്കിൽ കൂടി ഏതെങ്കിലും രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കിൻഷിപ്പ് ടേംസ് ആണ്. ഫിക്റ്റീവ് കിൻ ആർ accorded many of the same rights and status as family members and are expected to participate in the duties of the extended family. Fictive kin എന്ന് പറയുന്നത് accorded many of the same rights and statuses. സാധാരണ ഫാമിലി മെമ്പേഴ്സിനുള്ള അതേ സ്റ്റാറ്റസും റൈറ്റ്സും ഒക്കെ അവർക്കും ഉണ്ട്, ഫിക്റ്റീവ് കിന്നും കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് in the duties of the extended families. Relation are non-voluntary but involves a set of silent features of fictive kinship എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് fictive relationship are defined by criteria distinct from those establishing blood or marriage relationship. ബ്ലഡ് അല്ല മാരേജ് റിലേഷൻഷിപ്പിൽ കൂടിയുള്ള റിലേഷൻഷിപ്പ് അല്ല. ഫിക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു സാങ്കല്പിക രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്. അതുപോലെ ഫിക്റ്റീവ് കിൻ ആർ accorded many of the same rights and statuses as family members and are expected to participate in the duties of the extended family. ഫിക്റ്റീവ് കിന്നും സാധാരണ ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്ന റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അവരും നിർവഹിക്കാറുണ്ട്. റിലേഷൻസ് ആർ നോൺ വോളണ്ടറി ബട്ട് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അപ്പൊ റിലേഷൻസ് നോൺ വോളണ്ടറി ആണ്, പക്ഷെ ദേ ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഒബ്ലിഗേഷൻസ്. കുറെ ഉത്തരവാദിത്തങ്ങൾ അവര് ഒബ്ലിഗേഷൻസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അവരും നിർവഹിക്കുന്നുണ്ട്. എ കമ്പാരിസൺ ഓഫ് പ്യുവർ കിൻഷിപ്പ് ഫോംഡ് ഓൺ ബേസിസ് ഓഫ് ബ്ലഡ് ആൻഡ് മാരേജ് ഫിക്റ്റീവ് കിൻഷിപ്പ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. അപ്പൊ നമുക്ക് സാധാരണ കിൻഷിപ്പ്, അതായത് ബ്ലഡ് റിലേഷൻസിലൂടെയോ അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിലൂടെയുള്ള റിലേഷൻഷിപ്പ്, അതിനാണ് പ്യുവർ കിൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഫിക്റ്റീവ് കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സാങ്കല്പിക കിൻഷിപ്പാണ്. അപ്പൊ അത് തമ്മിലുള്ള ആ വ്യത്യാസം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇവിടെ നടത്താം. ഫസ്റ്റ് വൺ പ്യുവർ കിൻഷിപ്പ് ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്, മറ്റു ഭാഗത്ത് ഫിക്റ്റീവ് കിൻഷിപ്പ്. അപ്പൊ ഫസ്റ്റ് പ്യുവർ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ഇൻ റിലേഷൻ ടു ബ്ലഡ് ഓർ മാരേജ്. ഇപ്പൊ പ്യുവർ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ബ്ലഡിലൂടെയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജിലൂടെയുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ശരിക്ക് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഫിക്റ്റീവ് കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ഇൻ റിലേഷൻ ടു ദ ഫാക്ട് ഓഫ് ദ ഷെയറിങ് ആൻഡ് റിലേറ്റിംഗ്. എന്തെങ്കിലും പങ്കുവയ്ക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴുള്ള ഒരു റിലേഷൻ, അത് ബ്ലഡോ മാരേജോ വഴിയല്ല, അല്ലാതെ മനുഷ്യർ പരസ്പരം ഏതെങ്കിലും രീതിയിലൊക്കെ സഹകരിക്കുമ്പോഴുള്ള ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെയാണ് ഇവിടെ ഫിക്റ്റീവ് കിൻഷിപ്പിനെ കാണുന്നത്. സെക്കൻഡ് comparison, it is non-voluntary in the sense that relations are established on birth, especially those through blood. അപ്പോൾ
പ്യുവർ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ വോളണ്ടറി. ഒരാൾക്ക് ഇഷ്ടമുണ്ടായിട്ട് ആവണമെന്നില്ല, അയാൾ സ്വയമേ അതിനകത്ത് ഒരു അംഗമായിട്ട്, ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അയാൾക്ക് ബ്ലഡ് റിലേഷൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് നോൺ വോളണ്ടറി ഇൻ ദ സെൻസ് ദാറ്റ് റിലേഷൻസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ബർത്ത്, എസ്പെഷ്യലി ദോസ് ത്രൂ ബ്ലഡ്. ഈവൻ റൂൾസ് ഓഫ് മാരേജ് പ്രിസ്ക്രൈബ്സ് ദ റിലേറ്റീവ്സ് ത്രൂ മാരേജ്. അപ്പം അതുപോലെ മാരേജിലും അവിടെ ഈ റൂൾസ് ഓഫ് മാരേജിലൂടെയാണ് അവിടെ ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ആ കിൻഷിപ്പ് കിട്ടുന്നത്. പക്ഷേ ഇറ്റ് ഈസ് വോളണ്ടറി. ഇനി ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വോളണ്ടറി. അത് മനസാലെ എടുക്കുന്നതാണ്. ആൻഡ് അവനോ തന്നെത്താൻ വന്നുകൂടുന്നതല്ല, ബൈ ബർത്ത് കിട്ടുന്നതല്ല, അവൻ തന്നെ സ്വീകരിക്കുന്നതാണ്. ഇറ്റ് ഈസ് വോളണ്ടറി ആൻഡ് ഓഫൺ ക്രിയേറ്റ് ഇൻ ഇൻഡിവിജ്വൽസ് എവരിഡേ സോഷ്യൽ ലൈഫ്. നമ്മൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ രണ്ട് ബന്ധങ്ങളല്ലാതെ, രക്തബന്ധവും വൈവാഹിക ബന്ധവും അല്ലാണ്ട് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പല രീതിയിൽ ആളുകളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടണത് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വോളണ്ടറി ആൻഡ് ഓഫൺ ക്രിയേറ്റ് ഇൻ individuals everyday social life. Third, it assumes that kinship is universal and uniform in every culture. ഇനി ഏത് കൾച്ചറിൽ നോക്കിയാലും assumes that kinship is universal. പ്യുവർ കിൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള, സാർവഭൗമികമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് യൂണിഫോം ഇൻ എവരി കൾച്ചർ, എല്ലാ കൾച്ചറിലും ഇറ്റ് ഈസ് യൂണിഫോം. അത് ഇനി ഫിക്റ്റീവ് കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പോയിന്റ്സ് അറ്റ് ദ റെലവൻസ് ഓഫ് കൾച്ചറൽ സ്പെസിഫിസിറ്റി. ഓരോ സ്ഥലത്തിന്റെ ആ കൾച്ചറിലെ പ്രത്യേകത അനുസരിച്ചാണ് അതിന് സ്ഥാനമുള്ള. ഇറ്റ് പോയിന്റ്സ് അറ്റ് ദ റെലവൻസ് ഓഫ് കൾച്ചറൽ സ്പെസിഫിസിറ്റി. അപ്പോൾ ഓരോ കൾച്ചറിലും അതിൻ്റെതായിട്ടുള്ള പെരുമാറ്റ രീതികൾ അവിടെ വരും. അപ്പൊ അങ്ങനെയാണ് അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഫിക്റ്റീവ് കിൻഷിപ്പ് രൂപീകൃതമാകുന്നത്. ഫോർത്ത് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻഡ് ത്രൂ ബ്ലഡ് ആൻഡ് മാരേജ് ആർ ക്ലിയർ ആൻഡ് ഐഡന്റിഫിയർ. അപ്പൊ ബ്ലഡ് റിലേഷനിലൂടെ അല്ലെങ്കിൽ വൈവാഹിക ബന്ധത്തിലൂടെയുള്ള ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻഡ് ത്രൂ ബ്ലഡ് ആൻഡ് മാരേജ് ആർ ക്ലിയർ ആൻഡ് ഐഡന്റിഫിയർ. അത് ക്ലിയർ ആണ്, വളരെ വ്യക്തമാണ്. ഒരാൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ബന്ധുക്കളിൽ ബന്ധപ്പെട്ട ആളുകൾ, കിൻഷിപ്പ് ഉള്ളവര്, ഫാമിലി ബൈ ബ്ലഡ് ഓർ മാരേജ്, അങ്ങനെ ബന്ധമുള്ള ആളുകൾ ഓരോരുത്തരും എന്ത് ഉത്തരവാദിത്വം ഓരോരുത്തർക്കും ഉള്ള, ഏതെല്ലാം ജോലികൾ അവർ നിർവഹിക്കണം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻഡ് ത്രൂ ബ്ലഡ് ആൻഡ് മാരേജ് ആർ ക്ലിയർ ആൻഡ് ഐഡന്റിഫിയർഡ്. ദർ ഈസ് എ സെൻസ് ഓഫ് ആംബിഗ്യൂറ്റി. ഇനി ഫിക്റ്റീവ് കിൻഷിപ്പിലാണെങ്കിൽ ഇതുപോലെ വ്യക്തമായ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഇല്ല. ദർ ഈസ് എ സെൻസ് ഓഫ് ആംബിഗ്യൂറ്റി. എല്ലാത്തിനും ഒരു അവ്യക്തതയാണ് ഉള്ളത്. ആൻഡ് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ ഡിഫൈനിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഈ ഫിക്റ്റീവ് കിൻഷിപ്പിലുള്ള ആളുകളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്നുള്ള കാര്യത്തിൽ ശരിയായിട്ടുള്ള ഒരു ക്ലാരിറ്റിയോ വ്യക്തതയോ ഇല്ല. അതാണ് ഫോർത്ത് കമ്പാരിസണിൽ പറഞ്ഞേക്കുന്നത്. ഫോർത്ത് കമ്പാരിസണിൽ പ്യുവർ കിൻഷിപ്പിൽ റെസ്പോൺസിബിലിറ്റീസ് ഡിഫൈൻഡ് ത്രൂ ബ്ലഡ് ആൻഡ് മാരേജ് ആർ ക്ലിയർ ആൻഡ് identifiable, and in fictive kinship there is a sense of ambiguity and lack of clarity in defining roles and responsibilities. Fifth one, relationships are permanent and seems to exist even after death. അപ്പോൾ റിലേഷൻഷിപ്പ്, ഇനി പ്യുവർ റിലേഷൻഷിപ്പിലുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അത് പെർമനന്റും ആണ്, മരിക്കുന്നത് വരെ നിലനിൽക്കുന്നതാണ്. ഇറ്റ് പെർമനന്റ് ആൻഡ് അസ്യൂം ടു എക്സിസ്റ്റ്. ഇനി മരിച്ചു കഴിഞ്ഞാലും ഒരാൾക്കൊരു കുടുംബത്തിലുള്ള സ്ഥാനം അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്സ് ആർ പെർമനന്റ് ആൻഡ് അസ്യൂം ടു എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ ഡെത്ത്. ഇനി ഫിക്റ്റീവ് ആണെങ്കിൽ റിലേഷൻഷിപ്സ് ആർ ഇംപെർമനന്റ്, അത് പെർമനന്റ് അല്ല. ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് ഒരു ആളെ പരിചയപ്പെട്ട് അവരായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ പിന്നീട് അവരെ എന്നും സ്ഥിരമായിട്ട് ഒന്നിച്ച് താമസിക്കണമെന്നോ ഒരുപോലെ മീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് റിലേഷൻഷിപ്പ് ആർ ഇംപെർമനന്റ്. ദേ ക്യാൻ ചേഞ്ച് ഓവർ ദ ലൈഫ് കോഴ്സ് ആൻഡ് ക്യാൻ ഈവൻ ബി ഡിസോൾവ് അറ്റ് എനി ടൈം. അപ്പൊ അത് മാറ്റപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാതെ ആകാം ഫിക്റ്റീവ് റിലേഷൻഷിപ്പ്. ഇനി സിക്സ്ത് പോയിന്റ്, ബ്ലഡ് ആൻഡ് മാരേജ്
creates one-to-many relations. അപ്പോൾ ബ്ലഡിലൂടെയും മാരേജിലൂടെയും ധാരാളം റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ടു അതർ മെമ്പേഴ്സ്. ഇവിടെ ഫിക്റ്റീവ് മെമ്പർഷിപ്പിലാണെങ്കിൽ രണ്ടുപേര് ഒന്നിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഫാമിലി മറ്റ് ആളുകളിലേക്ക് അത് വ്യാപിക്കുന്നില്ല. എക്സാമ്പിൾ, someone's fictive sister does not automatically becomes a fictive child of that person's mother.